ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയ്ക്ക് കാസർഗോഡ് തുടക്കമായിരിക്കുകയാണ്. ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പദയാത്ര ഉദ്ഘാടനം ചെയ്തു. പ്രമോദ് സാവന്ത് പതാക കെ. സുരേന്ദ്രന് കൈമാറി പദയാത്രയ്ക്ക് തുടക്കം കുറിച്ചു. ഇത് വേണമെങ്കിൽ എടുത്തോ, ഞാൻ ഓൺ ചെയ്തു. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ഇട്ടുതരാം. കുഴപ്പമില്ലല്ലോ, വേണ്ടല്ലോ. ഉണ്ടല്ലോ, ഓക്കെ, എന്നാ പിന്നെ അതിൽ പോട്ടെ. ശരി. ബി.ജെ.പിയുടെ കേരള പദയാത്രയ്ക്ക് കാസർഗോഡ് തുടക്കമായിരിക്കുന്നു. വി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, പ്രൗഢോജ്വലമായ തുടക്കം ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ നയിക്കുന്ന കേരള പദയാത്രയ്ക്ക് ലഭിച്ചിരിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വലിയൊരു ജനപ്രവാഹം തന്നെ അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്കൊപ്പം ചേരുന്നുണ്ട്. തീർച്ചയായിട്ടും രജനി, കാസർഗോഡിനെ ഇളക്കി മറിച്ചുകൊണ്ട് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനും എൻ.ഡി.എ ചെയർമാനുമായ കെ. സുരേന്ദ്രൻ നയിക്കുന്ന യാത്ര ഇപ്പോൾ കാസർഗോഡിന്റെ നഗരവീഥികളെ ഇളക്കി മറിച്ചുകൊണ്ട് ആയിരക്കണക്കിന് പ്രവർത്തകരുടെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ പദയാത്രയുടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പ് ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്താണ് പതാക കൈമാറിക്കൊണ്ട് ഈ പദയാത്രയ്ക്ക് ഉദ്ഘാടനം കുറിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ അഴിച്ചുവിടുന്ന വലിയ രീതിയിലുള്ള അഴിമതി കെട്ടുകഥകൾക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളെ എല്ലാം തന്നെ അത് പൊള്ളത്തരമാണെന്ന് തുറന്നു കാണിച്ചുകൊണ്ടുള്ള യാത്രയാണ് 20 ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയും കെ. സുരേന്ദ്രൻ നയിക്കുന്നത്. അതിന്റെ തുടക്കമാണ് ഇന്ന് കുറിച്ചിരിക്കുന്നത്. ഈ ഒരു തുടക്കത്തിൽ ആദ്യഘട്ടത്തിൽ പൊതുസമ്മേളനം ഉണ്ടായിരുന്നു. പൊതുസമ്മേളനത്തിൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് സംസ്ഥാന സർക്കാരിനെതിരെ കെ. സുരേന്ദ്രൻ ഉന്നയിച്ചത്. പ്രത്യേകിച്ച് ഗവർണർക്ക് സംസ്ഥാനത്ത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. സർക്കാർ സ്പോൺസേഡ് എന്ന തരത്തിലുള്ള അക്രമങ്ങളാണ് ഗവർണർക്കെതിരെ അഴിച്ചുവിടുന്നത്. ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടെ ആണ് എന്ന തരത്തിലുള്ള ആക്ഷേപമായിരുന്നു കെ. സുരേന്ദ്രൻ ഉന്നയിച്ചത്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനം എന്ന് പറയേണ്ടത്, സംസ്ഥാനത്ത് ഇതുവരെ കേന്ദ്രം നൽകിയ ഒരു പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ് പട്ടിണിയുടെ പടിക്കടയിൽ കിടക്കുന്ന പിണറായി സർക്കാർ ഇപ്പോഴെങ്കിലും മുന്നോട്ട് നീങ്ങുന്നത്. കേന്ദ്ര സർക്കാരിന്റെ അകമൊഴിഞ്ഞുള്ള സഹായം കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാനം പിടിച്ചു നിൽക്കുന്നത് എന്നായിരുന്നു കേന്ദ്രമന്ത്രി വി. മുരളീധരൻ പിണറായി സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞത്. ഒപ്പം തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ടെത്തിയ ഗോവ മുഖ്യമന്ത്രി ആയിട്ടുള്ള പ്രമോദ് സാവന്ത് വ്യക്തമാക്കിയത് ഇത്തരത്തിലാണ്. കേരളത്തിലാണ് നിലവിലെ സാഹചര്യത്തിൽ പോക്സോ കേസുകളുടെ എണ്ണം വളരെയധികം കൂടുതലുള്ളത്. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും പോക്സോ കേസുകളുടെ എണ്ണവും ക്രമസമാധാന പരിപാലനവും സംസ്ഥാനത്ത് നഷ്ടമാകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയേണ്ടതുണ്ട് എന്നാണ് ഗോവ മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയത്. എന്തായിരുന്നാലും സംസ്ഥാന സർക്കാരിനെതിരെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഒരു വലിയൊരു
ജനകീയ മുന്നേറ്റത്തിന് തന്നെയാണ് BJP സംസ്ഥാന നേതൃത്വം ഇപ്പോൾ മുൻകൈയെടുത്തിട്ടുള്ള ഈ പദയാത്രയിലൂടെ ഉന്നയിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ രാഷ്ട്രീയമായി തന്നെ സംഘടനാ തലത്തിൽ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുക, സംഘടനയെ പ്രത്യേകിച്ച് ബൂത്ത് തല പ്രവർത്തനങ്ങളിലൂടെ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് BJPയുടെ ഈ ഒരു പദയാത്ര എന്ന് രാഷ്ട്രീയമായി കൂടി നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിന്റെ മുന്നൊരുക്കങ്ങൾ തന്നെയാണ് ഈ പദയാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനുള്ള ഒരു തുടക്കം വലിയ രീതിയിലുള്ള ആഘോഷമാക്കിക്കൊണ്ട് തന്നെയാണ് BJP സംസ്ഥാന അധ്യക്ഷനും NDA ചെയർമാനുമായ K. സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ കാസർഗോഡ് നിന്ന് ആരംഭിച്ചിട്ടുള്ള പദയാത്ര. എന്തായാലും പദയാത്ര 7 കിലോമീറ്ററാണ് ആദ്യഘട്ടത്തിൽ. ഇന്നത്തെ ദിവസം K. സുരേന്ദ്രൻ കാസർഗോഡ് നഗരവീഥികളിലൂടെ 7 കിലോമീറ്റർ നടക്കും. ഒപ്പം തന്നെ NDA മുന്നണിയിലെ ഘടകകക്ഷി നേതാക്കളും ഈ പദയാത്രയുടെ ഭാഗമാകുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പൊതുസമ്മേളനത്തിലും NDA മുന്നണിയുടെ ഘടകകക്ഷി നേതാക്കൾ എല്ലാവരും തന്നെ സാന്നിധ്യമായിരുന്നു. അങ്ങനെ മുന്നണിയുടെ ഒരു സമവാക്യം കെട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യവും കൂടി BJP സംസ്ഥാന നേതൃത്വം ഈ ഒരു പദയാത്രയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. ഒപ്പം നിരവധി CPM-ൽ പ്രവർത്തിച്ച, കോൺഗ്രസിൽ പ്രവർത്തിച്ച നിരവധി പ്രവർത്തകർ അല്ലെങ്കിൽ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇന്നത്തെ ഈ പൊതുസമ്മേളനത്തിൽ BJPയുടെ ഭാഗമായി ദേശീയധാരയിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അങ്ങനെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മുന്നേറ്റത്തിനും ചരിത്ര മാറ്റത്തിനും, കേരളത്തിന്റെ ചരിത്ര രാഷ്ട്രീയ മാറ്റത്തിന് തുടക്കം കുറിക്കാൻ തന്നെയാണ് BJP ഇത്തരത്തിലുള്ള ഒരു പദയാത്രയുമായി മുന്നോട്ടെത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലുള്ള കൊട്ടിഘോഷങ്ങൾ തന്നെയാണ്, വലിയ രീതിയിലുള്ള ആരവങ്ങൾ തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആയിരക്കണക്കിന് പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് എന്താണ് BJPയുടെ ശക്തി, കാസർഗോഡിലെ BJPയുടെ ശക്തി എന്ന് വിളിച്ചോതുന്ന തരത്തിൽ തന്നെയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പദയാത്ര ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നഗരവീഥികളെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള ഒരു പദയാത്ര തന്നെയാണ് ഒരുപക്ഷെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. ചരിത്രത്തിൽ ഇതുവരെയും ഇത്രയും അധികം ആളുകളെ ഉൾക്കൊണ്ടിച്ചുകൊണ്ടുള്ള ഒരു പദയാത്ര BJPയുടെ നേതൃത്വത്തിൽ ഒരു കാസർഗോഡ് നടന്നിട്ടുണ്ടോ എന്ന് തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ ജനസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ ഒരു പദയാത്ര സമൂഹത്തിന്റെ വിവിധ തുറയിൽ നിന്നുള്ളവർ, പ്രത്യേകിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ അടക്കമുള്ളവർ വ്യക്തമാക്കിയത് ഇത്തരത്തിലാണ്. ഇത് സർക്കാരിനെതിരെയുള്ള ജനവിരുദ്ധ വികാരമാണ്. ആ ഒരു ജനവിരുദ്ധ വികാരത്തിലൂടെയാണ് ഇത്തരത്തിലുള്ള ജനങ്ങൾ, പ്രത്യേകിച്ച് പാർട്ടി പ്രവർത്തകർക്ക് ഉപരിയുള്ള ജനങ്ങൾ BJPയുടെ ഭാഗമാകുന്നത് എന്ന തരത്തിലുള്ള വിമർശനം തന്നെയാണ് K. സുരേന്ദ്രൻ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും കാസർഗോഡിനെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള ഒരു പദയാത്ര തന്നെയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ കാസർഗോഡ് നഗരത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രജനി.